മോശ എന്നോടൊന്ന് പറയാണ്, ചേച്ചേ സത്യം പറഞ്ഞാൽ ഈ ന്യായപ്രമാണം ഇങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനൊന്നും അല്ലേ, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു നിഴലാണ് എന്ന് പറഞ്ഞാൽ ഇത് മർക്കട മുഷ്ടിയുള്ള ഒരു ജനത്തിന് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശം ഇങ്ങനെ എഴുതി തന്നത്. ഇത് മർക്കട മുഷ്ടിയുള്ള ഒരു ജനത്തെ അനുസരണം പഠിപ്പിച്ച് ക്രിസ്തു എന്ന് മുന്നൊരുക്കാൻ വേണ്ടി അവരെ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഒരു കർണം തരിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ നീതി, അതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് മോശ എന്നോട് പറഞ്ഞു വിചാരിച്ചോ. ഞാൻ മോശയോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, എനിക്ക് ഈ തടി മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നെ ഇടിക്കാൻ വരുന്നവൻ ജിമ്മ. ഒറ്റ ഇടിക്കാൻ എന്റെ ബ്രെയിനിൽ നിന്ന് ബ്ലഡ് മൂക്കിലൂടെ വായിക്കൂടെ ഒഴുകുന്ന, അടുത്ത് ഇടിക്കാൻ തട്ടിപ്പോ. കർണക്കുട്ടി കാണിച്ചു കൊടുത്താൽ, കർണം കാണിച്ചു കൊടുത്താൽ അല്ലേ, ഞാൻ എന്റെ കർണം കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇതാണ് മോശയോടുള്ള ചോദ്യം. മോശയോടെ ആവർത്തന പുസ്തകം എടുത്ത് നോക്കിയിട്ട് പറയും, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, നിന്റെ ദേശത്ത് മാനിക്കും, നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കിയിട്ട് ഞാൻ ചത്തുപോയിട്ട് തന്നെ എന്റെ ആടുമാടുകൾ അനുഗ്രഹിച്ച് എന്റെ ദേശത്ത് മാനിച്ചിട്ട് എന്നെ കഴിയും. ഇപ്പൊ മോശയോടെ ചോദിക്കും, ഞാൻ ചത്തുപോയിട്ട് എന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, അതിന് ഭേദം എന്നെ അനുഗ്രഹിക്കുന്നല്ലേ? അപ്പൊ മോശം പറയാം, അതാ ശരിയാ, എന്നാ പിന്നെ നീ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഒരു കണ്ണെടുത്താൽ മറ്റേ കണ്ണെടുത്തിട്ട് ഓടിക്കും. കാരണം എന്താ? പ്രോമിസസ് കിടക്കല്ലേ, അത് നിറവേറെങ്കിൽ നമ്മൾ ജീവനോട് ഇരിക്കണ്ടേ. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എങ്ങനെ ജീവിച്ചിരുന്ന അവകാശങ്ങൾ പ്രാപിക്കാന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു കർണം അടിച്ചാൽ മറ്റേ കർണം കാണിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു അവകാശം കിട്ടാതെ അസ്തമിക്കും. അതാണ് പഴയ നിയമത്തിന്റെ നീതി വിത്ത് പ്രോമിസസ് ഹിയർ. അതുകൊണ്ടാണ് ദീർഘായുസ് അവിടെ ഒരു പ്രോമിസ് ആയിട്ടിരിക്കുന്നത്. കാരണം ഇത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ദീർഘായുസ്. യേശുവിന്റെ നീതി വെളിപ്പെട്ടപ്പം ഇങ്ങനെ തന്നെ, ഒരു കർണം തരിച്ചാൽ മറ്റേ കർണം. ഞാൻ കർത്താവ് കർത്താവ് ഞാൻ തട്ടിപ്പോയ എന്ത് ചെയ്യും? കർത്താവ് പറയും, നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. അപ്പോഴാ ഞാൻ പറഞ്ഞത്, ആണോ എന്നാൽ ഓക്കെ. അപ്പം ഈ കർണം കാണിച്ചു കൊടുക്കുന്ന എന്ത് വിശ്വാസം വേണം? മരിച്ചാ യേശുവിന്റെ കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിന്റെ നീതി എന്താണെന്ന് നോക്കാൻ പോലും പറ്റുള്ളൂ. അതാണ് വിശ്വാസത്താൽ വെളിപ്പെടുന്ന നീതി. എത്ര പേർക്ക് നീതിയോട് ആഗ്രഹം തോന്നുന്നുണ്ട്? ഈ ഞരക്കം, ഈ നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാണ് ദൈവം തൃപ്തി കൊടുക്കുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിലാണ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേസ് എന്ന് പറഞ്ഞൊരുത്തന്റെ ജീവിതം കണ്ടിട്ടൊന്നും ആത്മദാരിദ്ര്യം അനുഭവിക്കില്ല. ഇവനൊക്കെ എന്താണെന്ന് ചോദിക്കുള്ളൂ. പക്ഷെ യേശുവിന്റെ സുവിശേഷം, അവന്റെ നീതി നമുക്ക് വെളിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഫീലിംഗ്, അയ്യോ ഞാൻ ദരിദ്രനെന്നാ.